ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നിങ്ങൾ അറിഞ്ഞാണ് ഇന്ന് മെയ് 12 വൈറ്റ് പേപ്പർ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അനവധി റൂൾ ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മളെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനത് സിമ്പിളാക്കി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ അവർ ചെയ്തേക്കണത് എന്ന് വെച്ചാൽ PR, അതായത് നിലവിൽ ഇപ്പോൾ 5 വർഷം ഉണ്ടായിരുന്ന PR 10 വർഷത്തിലായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വർക്ക് വിസയിൽ നേരത്തെ കേസിൽ നമ്മളിപ്പോൾ വർക്ക് വിസയിൽ ഇവിടെ 5 കൊല്ലം വർക്ക് വിസയിൽ നിന്ന് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് PR-ലായിട്ട് പോകാമായിരുന്നു. ബട്ട് ഇപ്പോഴത്തെ കേസിൽ 10 വർഷം കഴിഞ്ഞാലേ പറ്റുള്ളൂ. അതെന്നും പറഞ്ഞാൽ അവർ ചെറിയൊരു കാറ്റഗറിക്ക് മാറ്റി ഇളവ് കൊടുത്തിട്ടുണ്ട്. ലൈക്ക് നേഴ്സിംഗ്, എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ UK-ലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ലൈക്ക് എന്ന് വെച്ചാൽ ഇവർക്കറിയാം, ലൈക്ക് ഇപ്പോൾ ഒരു നേഴ്സിങ്ങിനെയൊക്കെ പിടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് അവർക്ക് എവിടെ ചെന്നാലും അവർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ നേഴ്സാണ്, അവർക്ക് നൈസായിട്ട് കൺട്രിയിൽ നിന്ന് മൂവ് ചെയ്യാൻ. അപ്പോൾ അവരുടെയൊക്കെ PR എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർ വേറെ നല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള വേറെ കൺട്രിയിലോട്ട് പോകും. അത് കാരണം അവരെ ഒന്നും അങ്ങനെ അഫക്റ്റ് ചെയ്യില്ല. ബട്ട് ബാക്കി എല്ലാ വിസകാരെയും അഫക്റ്റ് ചെയ്യും, കെയർ വിസ ഉൾപ്പെടെ. അതാണ് പ്രശ്നം. അപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ ഇനി PR ഉള്ളു. ഉദാഹരണം ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ PSW. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഇവിടെ ഗ്രാജുവേറ്റ് ആയി, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 വർഷം എക്സ്ട്രാ ആയിരുന്നു കിട്ടുക, അതായത് 2 വർഷം സ്റ്റേ ബാക്ക്. അത് അവന്മാർ വെട്ടിക്കുറഞ്ഞ് 18 മാസമാക്കി. അതായത് ഇപ്പോൾ നമുക്ക് 24 മാസം കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് 18 മാസം, 6 മാസം കുറവ്. അതായത് ഇപ്പോൾ ടോട്ടൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ 1.5 കൊല്ലം കിട്ടത്തുള്ളൂ. ആ 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ പഠിത്തം കഴിഞ്ഞിട്ട് ഈ 1.5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏതെങ്കിലും ജോബ് വിസയിലായിട്ട് മാറിയില്ലെങ്കിൽ നേരെ ഓക്കെ. അപ്പോൾ അതൊരു തീരുമാനമായിരിക്കുകയാണ്. പിന്നെ അടുത്ത സാധനം അവന്മാരിപ്പോൾ കൊണ്ടുവന്നേക്കെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ റിക്വയർമെൻറ്റ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവർക്കും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഏറ്റിയല്ല, മനസ്സിലായില്ലേ? അതിനുവേണ്ടി ഇംഗ്ലീഷ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ അവന്മാർ നടത്തും. അത് പാസ്സായില്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റും ഇല്ല, തേങ്ങയില്ല, മാങ്ങയില്ല. എങ്ങനെ ഇരിക്കണം? സമാധാനമായി. അപ്പോൾ അതിൻ്റെ പണിയായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മാത്രം അറിഞ്ഞാൽ മതി, നമ്മുടെ കൂടെ വന്ന ആൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഇങ്ങനെ കയറി പോകും, നമ്മുടെ ഡിപ്പെൻഡൻ്റ് ബേസിൽ ഇങ്ങനെ പോരുക. ബട്ട് ഇപ്പം ഇന്ത്യ പോകുന്നവർക്ക് അതങ്ങനെയല്ല, അവരും ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആവാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ കുറച്ച് പണിയാണ്. ഇപ്പോൾ സാധാരണ ആൾക്കാർക്ക് ഇപ്പോൾ അറിയത്തില്ല എന്താവും. വേറെ കൺട്രി നോക്കണമായിരിക്കും ഇപ്പോൾ ബെറ്റർ എന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ അതിനൊരു തീരുമാനമായി. പിന്നെ അടുത്ത സാധനമാണ് കെയർ ഹോം വിസേനെ അഫക്റ്റ് ചെയ്തേക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവരിനി പുറത്തുനിന്ന്, അതായത് ഓവർസീസ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കണം നിർത്തി. നമ്മളെപ്പോലത്തെ ഓവർസീസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി കെയർ ഹോം വിസ ഇല്ല. അപ്പോൾ മിക്കവരും ഇപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ കെയർ ഹോം വിസയായിട്ടൊക്കെ ചാടിയ വിസ കിട്ടാത്തപ്പോൾ ഇനിയിപ്പോൾ അതും ഇല്ല. എന്താ ഇവന്മാർ എല്ലാ വഴിയും അവന്മാർ അടച്ച്. ഇനിയിപ്പോൾ 8ൻ്റെ പണിയായിരിക്കും ഇനി കിട്ടാൻ പോകണം. നല്ല പാടുപെടും വിസയൊക്കെ കിട്ടണമെങ്കിൽ. എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇങ്ങനെ കയറി പോരുക. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഓപ്ഷനൊക്കെ ആയിട്ടുള്ള കെയർ ഹോം വിസ, ആ വിസ അതൊക്കെ എടുത്ത് കളഞ്ഞ്. അതാണ് പ്രശ്നം. തീരുമാനമായില്ലേ, ഓവർസീസിനെ ഇനി എടുക്കത്തില്ല, ഇവിടെ ഉള്ളവർക്ക് തന്നെ വിസ കൊടുക്കാനാണ് അവരുടെ തീരുമാനം. ഇതൊക്കെയാണ് നമ്മളെ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യണം. പിന്നെ അതല്ലാണ്ട് കൂടാണ്ട് വേറെ കുറച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ സ്കിൽഡ് വർക്കേഴ്സ്, നേരത്തെ അവർക്ക് ക്വാളിഫിക്കേഷൻ വലിയ കാര്യമാക്കുന്നില്ല, പക്ഷേ ഇനി വരുമ്പോൾ ഹയർ ക്വാളിഫിക്കേഷൻ വേണം എന്നാണ് അവർ പറയുന്നത്. ഈ വിസേൻ്റെയൊക്കെ ഇതിൽ 32% ഇൻക്രീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് പേയ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ. അതൊന്നും നിങ്ങൾ കാര്യമാക്കേണ്ട കേസില്ല. ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് അവെയർ ആയിട്ടിരിക്കുക. ഡിപ്പെൻഡൻ്റ് കൊണ്ടുവരുമ്പോൾ അവർക്കും ഇംഗ്ലീഷ് ലാംഗ്വേജ് നല്ല രീതിക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. പിന്നെ 18 മാസം PSW ആക്കിയിരിക്കുകയാണ്. പിന്നെ കെയർ ഹോം വിസ എടുത്ത് കളഞ്ഞ്. അതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വന്നത്. ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളവരെ അഫക്റ്റ് ചെയ്യുമോ അതോ ഇനി വരാൻ പോകുന്നവരെ അഫക്റ്റ് ചെയ്യുമോ, ഇതിനൊരു ക്ലാരിഫിക്കേഷൻ അവന്മാർ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല. അത് വരും ദിവസങ്ങളിൽ അവന്മാർ പുറത്തു വിടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കണം. അപ്പോൾ നിങ്ങളൊരു അവെയറൊക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ നമുക്ക് ബാക്കി ക്ലാരിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരാം. ശരി ഗൈസ്.